എല്ലാവർക്കും നമസ്കാരം. Good morning and a very warm welcome to one and all towards this beautiful and vibrant program. അറേബ്യൻ മലയാളി ഓവർസീസ് സൊസൈറ്റിയും ഇൻകാസ് ആലപ്പുഴയും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം കിഴക്കിൻ്റെ വെനീസ് ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. We are starting with the lamp lighting ceremony. ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടി നമ്മൾ ഐശ്വര്യപൂർവ്വം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രസിഡൻറ്റ് ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഒരു ശക്തനായ പ്രസിഡൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് മിസ്റ്റർ അൻഷാദ് ഒരു ശക്തനായ പ്രസിഡൻറ്റ് തന്നെയാണ്. മേ പ്ലീസ് വെൽക്കം മിസ്റ്റർ അൻഷാദ് ബഷീർ ടു ദി സ്റ്റേജ്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ പ്രസിഡൻറ്റ്. അടുത്തതായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി, ഹി ഈസ് ഓൾസോ ആസ് ഈക്വലി ഗുഡ് ആസ് ദ പ്രസിഡൻറ്റ്, മിസ്റ്റർ റജി ഖാസിം. Can I please welcome Mr. Binoy Lopez to the stage, the Honorable Treasurer of this program. I mean not this program, ഇവരുടെ ഈ കൂട്ടായ്മയുടെ ഈ ഒരു സംഘടനയുടെ ട്രഷറർ. ബാക്കി ഞാൻ ഈ കമ്മിറ്റി മെമ്പേഴ്സിനെയും കൂടി ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഒട്ടും താമസം വരുത്താതെ 1 by 1 ഒന്ന് വരാമോ മിസ്റ്റർ? मन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तव शुभ नामे जागे तव शुभ आशीष मांगे. गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും മഹിതമാം ഭക്തിതൻ ദാനമൊന്നേകി. മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി, സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സമഭാഗ സർഗന്ധത കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാദ്ര സാഗരമായി. കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ സകലേശ ഞങ്ങൾക്കനുഗ്രഹമേകൂ. മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ മാതാവ് എൻ ദേവകി അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ട് 1 മിനിറ്റ് മൗനം ആചരിക്കുന്നു. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രെങ്ത്, ദ ബാക്ക് ബോൺ ബിഹൈൻഡ് എ പ്രോഗ്രാം ഇസ് ഓഫ് കോഴ്സ് സ്പോൺസേഴ്സ്. സോ ഹൃദയപൂർവ്വം കിഴക്കിൻ്റെ വെനീസ് പവർഡ് ബൈ മലബാർ ഗോൾഡ്, sponsored by Malabar Gold, powered by Lulu Exchange, the media partners Jai Hind TV,
We all thank you a lot for being supporting us here. The travel partners Barsat, our strategic partners Securai Groups, and our hydrating partner, of course, Romana. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 8-ലേറെ സ്പോൺസേഴ്സും ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാം ഇത്ര വൻ വിജയമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ഐ തിങ്ക് വി ആർ റെഡി ടു ഗോ. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ VT ബൽറാം, മുൻ MLA, തൃത്താത്തല KPCC വൈസ് പ്രസിഡന്റ്. മേ ഐ പ്ലീസ് humbly welcome Mr. VT Balram on to the stage. നല്ലൊരു കയ്യടി. നിങ്ങളുടെയൊക്കെ സ്നേഹം സാറിനും കൂടെ ഒന്ന് ബോധ്യമാകട്ടെ. അത് നമുക്കിപ്പോൾ ബോധ്യപ്പെടുത്തണമെങ്കിൽ കയ്യടിയുടെ മാത്രമേ സാധിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച് സർ ഫോർ ബീയിങ് ഹിയർ വിത്ത് us ഇൻ ദിസ് ഇവൻറ്റ്. അടുത്തതായി വേദിയിലേക്ക് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ A ഷുക്കൂർ, മുൻ MLA ആലപ്പുഴ KPCC വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ. Thank you so much, sir, for being here with us. അടുത്തതായി ശ്രീ അൻഷാദ് ബഷീർ ചാരുമോട്, of course, the man behind this show, the president. Can you please humbly welcome him here, Mr. Anshad Bashir Charumodu. അടുത്തതായി ശ്രീ റജി കാസിം പാറയിൽ. ശ്രീ റജി കാസിം പാറയിലെ ഞാൻ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. I guess he's the General Secretary of this organization, Mr. Raji Kasim Paril. Our beloved treasurer, Sri Bino N. Lopez, name ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി ഷംന കാസിം, ജ്യോതി കൃഷ്ണയെ ഈ വേദിയിലേക്ക്. പ്രോഗ്രാമിനെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ കൺവീനറിനെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. അറേബ്യൻ മലയാളി ഓവർസീസ് സൊസൈറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊടുത്തിയ വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വളരെ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ പരിമിതമായ സമയം, മറ്റ് സാഹചര്യങ്ങൾ, അത് വെച്ച് വളരെ ലളിതമായൊരു പരിപാടി നടത്തി പോകാമെന്നായിരുന്നു ആദ്യം ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ടും ഈ ബൃഹത്തായ പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സഹായിച്ചതിൽ ഞങ്ങൾ വളരെ 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 സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് എൻ്റെ പ്രോഗ്രാം കൺവീനർ എന്ന നിലയിൽ എന്നെ സഹായിച്ചത് എൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ്. എൻ്റെ സഹപ്രവർത്തകർ എന്നോടൊപ്പം ഒരേ മനസ്സോടുകൂടി, ഒരേ ഉദ്ദേശത്തോടുകൂടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ ഒത്തുചേരലും ഇത്രയും വലിയൊരു പരിപാടിയും സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഒരിക്കൽ കൂടി എല്ലാവരോടും, എന്നോട് സഹകരിച്ച എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റ് കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. നന്ദി. ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് A ഷുക്കൂർ, മുൻ MLA, ആലപ്പുഴ KPCC വൈസ് പ്രസിഡന്റ്, ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ അൻഷാദ് ബഷീർ, ഇവിടെ സത്യത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് VT ബൽറാമാണ്. അതിനു മുമ്പ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് ഒരു 4 മണിക്കൊരു പരിപാടി കൂടെ പോകണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബൽറാം പറഞ്ഞു ആദ്യം സംസാരിച്ചിട്ട് ഉദ്ഘാടനത്തിലേക്ക് പിന്നാലെ വരാം. അതുകൊണ്ടാണ് ഞാൻ കടന്നു വന്നത്. എന്തായാലും
നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയും ഈ സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്ന KPCCയുടെ വൈസ് പ്രസിഡൻറ്റ് മുൻ തൃത്താല MLA എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ VT ബലറാം, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യർ, ഇൻഗാസിൻ്റെ സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ദുബായ് ഈ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും മാതൃകയായ ഒരു സംഘടനാ സംവിധാനമായി ഞാൻ ഇൻഗാസിനെ കാണുകയാണ്, അതിൽ അഭിമാനിക്കുകയാണ്. ഞാനൊരു ആലപ്പുഴക്കാരൻ കൂടിയാകുമ്പോൾ അഭിമാനിക്കണമല്ലോ. ഏറെ സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ സഹജീവികളോടുള്ള ആത്മാർത്ഥമായ നമ്മുടെ ഒരു സമർപ്പണമുണ്ട്. അതാണ് ഏറ്റവും ഊന്നൽ നൽകേണ്ട ഒന്ന് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനത്തിൽ എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണ്, വേറൊന്നുമല്ല. നമുക്കറിയാമല്ലോ, ഞാൻ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ, ഞാനന്ന് MLA അല്ല, അതിനു മുമ്പായിരുന്നു MLA, VT ബലറാമൊക്കെ അപ്പോഴത്തേക്ക് MLA ആയി വന്ന സന്ദർഭമാണ്. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു MLA ആയിരുന്നു, അതും 2 വർഷക്കാലം. അപ്പോൾ ആ സന്ദർഭത്തിൽ 2011 മുതൽ 16 വരെ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മാത്രമല്ല, ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അശരണരായവരാണോ, നിരാലംബരാണോ, ദുഃഖങ്ങളും പ്രയാസങ്ങളും അവരുടെ മനസ്സിലുണ്ട്, അവർക്ക് അത്തരത്തിൽ അർഹതപ്പെട്ടത് കൊടുക്കണം എന്ന കാര്യത്തിൽ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥത കാണിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കുന്നത്. അതൊരു വലിയ മാതൃകയാണ്. സഹജീവികളുടെ പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, ജീവിതത്തിലെ നൊമ്പരങ്ങളിൽ അതിനെ പരിഹരിക്കാനാവുന്നത് എന്തു ചെയ്യാൻ കഴിയും? ഒരു ഭരണാധികാരിയാകുമ്പോൾ, ഒരു ജനപ്രതിനിധിയാകുമ്പോൾ, ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ, ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനാകുമ്പോൾ അതെങ്ങനെയായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച മഹാനാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് മറക്കണ്ട, മനസ്സിലുണ്ട്. അവിടെ നിന്നും പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇവിടെ സൂചിപ്പിച്ചല്ലോ, വെള്ളപ്പൊക്കക്കെടുതി ആലപ്പുഴ മുങ്ങിപ്പോയ ഘട്ടമാണ്. ആലപ്പുഴ ഇല്ലാതായിപ്പോയി. ഞാൻ ഷംനാ കാസിമിൻ്റെ പേര് വിട്ടുപോയി, ക്ഷമിക്കണം. ഏതായാലും അങ്ങനെ ആ മുങ്ങിപ്പോയ ഘട്ടത്തിൽ ആലപ്പുഴയ്ക്ക് സഹായഹസ്തവുമായി ഒരുപാട് പേർ വന്നു. കുട്ടനാടിൻ്റെ, അപ്പർ കുട്ടനാടിൻ്റെ, ഓണാട്ടുകരയുടെ എന്ന് വേണ്ട കായലും കടലും ഒന്നിച്ച് അതിൻ്റെ ഒരു സംഗമ ഭൂമിയായി കാണുന്ന ഒരു സ്ഥലം ആലപ്പുഴയാണ്. അവിടെ വേണ്ടത് ചെയ്യാൻ കൃത്യമായി അതിൻ്റെ തുടക്കം കുറിച്ചത് ആലപ്പുഴ ഇൻഗാസ് ആയിരുന്നു എന്ന കാര്യം അഭിമാനത്തോടു കൂടി. പിന്നാലെ കോവിഡ് കാലഘട്ടം, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹാത്മജിയുടെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഒക്ടോബർ 2 നിങ്ങളുടെ ഒരു സംരംഭം. ആദ്യം എന്നോട് ആരോ സംസാരിച്ചപ്പോൾ, എനിക്ക് തോന്നുന്നു റെജി ആണെന്ന് തോന്നുന്നു, സംസാരിച്ചപ്പോൾ 3 വീൽ ചെയർ വെച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആദ്യം 2 പറഞ്ഞു, പിന്നെ 3ആയി, പിന്നെ അത് 60ആയി. സത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായ ഒരു ദിവസമായിരുന്നു അത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കേണ്ട സന്ദർഭത്തിലും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. കാരണം അവിടെ ചെന്നപ്പോൾ താമസിച്ചു. എന്തായാലും ആലപ്പുഴയുടെ ഒരു അഭിമാനമായ ഒരു ചലച്ചിത്ര താരം കൂടി ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ജ്യോതികൃഷ്ണയെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ അത് നമ്മയെല്ലാം ഒരു മാതൃകാ പ്രവർത്തനം അവിടെ നടക്കുകയാണ്. അപ്പോൾ അതും ബഹുമാന്യനായ ആലപ്പുഴയുടെ MP, നമ്മുടെ ദേശീയ നേതാവ് ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാം ഞാൻ പറഞ്ഞു വന്നത്. ഇത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു വേറിട്ട ശൈലിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ
നിങ്ങൾക്ക് എല്ലാ കാലത്തും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊന്നിലേക്കും പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാലികമായ രാഷ്ട്രീയം പറയാം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സാമൂഹ്യമായ അകന്നകന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ നമ്മെ ബാധിച്ചിട്ടുള്ള ഒട്ടേറെ ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. അതിനെല്ലാം കാരണക്കാർ ഇന്നത്തെ ഭരണകൂടങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മതേതര മൂല്യങ്ങളെ തകർക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന, നമ്മളെല്ലാം പവിത്രമായി കരുതുന്ന നമ്മുടെ ഭരണഘടനയുടെ അതിൻ്റെ എല്ലാ വിലയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എന്ന കാര്യം പറയേണ്ടതില്ല. വിദ്വേഷത്തിൻ്റെ നാളുകളാണ് ആ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത്. അത് നമുക്ക് ഗുണകരമല്ല. നമുക്ക് വളരെ ആപൽക്കരമായ സാഹചര്യങ്ങളെ വീണ്ടും നേരിടേണ്ടി വരും. പക്ഷേ അതിനെയൊക്കെ കരുത്തോടെ അതിനെതിരായുള്ള പോരാട്ടം നമുക്ക് തുടരുക തന്നെ വേണം. ആ രൂപത്തിൽ പോയെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ മഹത്വം നമുക്ക് നിലനിർത്താനാകൂ. അതിന് മതേതരത്വം നിലനിൽക്കണം, അത് നമ്മുടെ ജനാധിപത്യം ശക്തമാകണം, അതിൽ നമ്മുടെ ഭരണഘടനയെ നമുക്ക് സംരക്ഷിക്കപ്പെടാൻ കഴിയണം. ആ രൂപത്തിലേക്ക് നമ്മുടെ പാർട്ടിയെ, പ്രസ്ഥാനത്തെയും കരുപ്പിടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിനെല്ലാം നേരിടാൻ കഴിയുന്ന വലിയ സാമൂഹ്യ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കപ്പെടുമാറാകട്ടെ എന്ന് മാത്രമാണ് ഞാനിവിടെ പറയുന്നുള്ളത്. എന്തായാലും ഇൻഗാസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് വരട്ടെ. എന്തായാലും ഇന്ന് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ഓണസദ്യയൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായുള്ള ആഘോഷങ്ങളിലാണ്. ആ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ചിന്ത വന്നു, ആ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഒപ്പം അശരണരായവരെ സഹായിക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് ഇനിയും രൂപം കൊടുക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ സന്തോഷമാണ്. അത്തരമൊരു നല്ല സാഹചര്യത്തെ സൃഷ്ടിച്ച ഈ സായാഹ്നം ആ രൂപത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രേയസ്കരമായ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി നമുക്കും സമർപ്പിക്കാനാകട്ടെ. ആ വഴിക്ക് നമുക്ക് ചിന്തിക്കാം, ആ വഴിക്ക് നമുക്ക് പോരടിക്കാം. ആ പോരാട്ടം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമ്മുടെ വ്യക്തിനിഷ്ഠമായ ആഗ്രഹാഭിലാഷങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളതല്ല എന്നുള്ളത് കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെ മനസ്സിലതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമയം കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളെയും കൂടുതൽ നന്മ നിറഞ്ഞ സാമൂഹ്യ പ്രവർത്തനങ്ങളും സംഘടനാപരമായി കരുത്താർജിച്ചു കൊണ്ടുപോകാനും അത് സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഉപകരിക്കുന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രവർത്തനങ്ങളായി മാറട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതാക്കളുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒന്നായി ഈ പ്രവർത്തനങ്ങളെല്ലാം മാറട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ദുബായിലെ ഇൻഗാസ് എന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പൊന്നാട അണിയിക്കുന്നതിലേക്കായി ശ്രീ ബിജു വർഗീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ശ്രീ VT ബൽറാം, മുൻ MLA, തൃത്താല KPCC വൈസ് പ്രസിഡന്റ്, ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ സ്നേഹത്തോടെ, കരഘോഷത്തോടെ പ്ലീസ് വെൽക്കം ഓൺ ടു ദ സ്റ്റേജ് സർ. എല്ലാവർക്കും നമസ്കാരം, അഭിവാദ്യങ്ങൾ. ഗുഡ് ആഫ്റ്റർനൂൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ അൻഷാദ് ബഷീർ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റജി കാസിം പാറയിൽ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികൾ ശ്രീമതി ഷംന കാസിം, ശ്രീമതി ജ്യോതി കൃഷ്ണ, അതുപോലെ തന്നെ ഈ വേദിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ റഫീഖ് മട്ടന്നൂർ, ശ്രീ റജി ചെറിയാൻ, ശ്രീ മോഹൻദാസ് നായർ,
ശ്രീ CA ബിജു, ശ്രീ BA നാസർ, അതുപോലെ ശ്രീ പവി ബാലൻ, ഷൈജു അമാനപ്പാറ, സംഘടനയുടെ ട്രഷറർ ശ്രീ ബിനോ ലോപ്പസ്, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ നാട്ടുകാരായി തന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ കാണാനാണ് എനിക്കിപ്പോൾ സാധിക്കുന്നത്. ആലപ്പുഴ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ്. കടലും കായലും കനാലും കൃഷിയും കയറും കുട്ടനാടും കർഷക തൊഴിലാളികളുടെ പോരാട്ടങ്ങളും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ചെറുത്തുനിൽപ്പും, അങ്ങനെ കേരളത്തിലെ ഇതര പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് തനതായ കാര്യങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു നാടും നാട്ടുകാരുമാണ് ആലപ്പുഴക്കാർ. ഞാൻ ദുബായിലും UAE-യിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുമായി ഇൻകാസിൻ്റെ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, പല ജില്ലക്കാരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴക്കാരുടെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് വരാൻ സാധിച്ചത്. ഇങ്ങനൊരു അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട റജിക്കും അൻഷാദ് ബഷീറിനും ബിനോ ലോപ്പസിനും മറ്റ് സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാശംസകൾ ഞാനിവിടെ അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷുക്കൂർക്ക, അദ്ദേഹത്തിന് അല്പം തിരക്ക് മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അല്പം നേരത്തെ ഇവിടെ നിന്ന് പോയത്. ഓണാഘോഷം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് അവരെവിടെയാണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. ഞാൻ വളരെ സുദീർഘമായി സംസാരിക്കാനൊന്നും ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഓണവുമായിട്ട് ബന്ധപ്പെട്ട അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പറയാറുണ്ട്, ഏറ്റവും പൊളിറ്റിക്കൽ കണ്ടന്റ് ഉള്ള ഒരു ആഘോഷമാണ് ഓണം. ഒരു രാഷ്ട്രീയ ഉള്ളടക്കം ഉള്ള ആഘോഷം എന്ന് പറയുന്നത്, ഒരു മതാചാരം എന്ന് പറയുന്നത് അങ്ങനെ അധികം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷെ ഓണം അങ്ങനെയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് എന്താ ഓണം? എനിക്ക് തോന്നുന്നത് ഒരു ജനതയും അവരുടെ ഭരണാധികാരിയും തമ്മിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ ആ ബന്ധത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. മഹാബലിയുടെ ഐതിഹ്യം ചരിത്രത്തിൻ്റെ ഭാഗമാണോ എന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ചും ഓണവുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ആശയങ്ങളൊക്കെ അടുത്ത കാലത്ത് വന്നതാണ്. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറയുന്നത് ഓണം ആഘോഷിച്ചു തുടങ്ങിയ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ആശയമൊന്നുമല്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് സഹോദരൻ അയ്യപ്പനടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് അത്തരത്തിലുള്ള പല ആശയങ്ങളും ഓണം എന്ന് പറയുന്ന ഈ സങ്കല്പത്തിലേക്ക് മിത്തിലേക്ക് ചേർത്ത് വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് അതിലുണ്ടാക്കിയെടുത്തത്. പക്ഷേ അപ്പോഴും അതിനൊരു പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്, കൗതുകകരമാണ്. കാരണം ഒരുപക്ഷെ മലയാളികൾക്ക് മാത്രമാണ് ഇങ്ങനൊരു ആഘോഷം ആഘോഷിക്കാൻ പറ്റുള്ളൂ. മലയാളിയുടെ പ്രബുദ്ധമായ രാഷ്ട്രീയ ചിന്തയുടെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ആശയങ്ങൾ ഓരോന്നും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രാജാവ് എങ്ങനെയാകണം എന്നൊരു ചോദ്യത്തിന് മലയാളിക്ക് നൽകാനുള്ള ഉത്തരമാണ് മാവേലിയെ പോലെ. ഒരു നാട് എങ്ങനെയാകണം എന്നുള്ളതിന് മലയാളി നൽകുന്ന ഉത്തരമാണ് മാവേലി നാട് പോലെ. അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് കള്ളമുണ്ടാവരുത്, ചതി ഉണ്ടാവരുത്, കള്ളപ്പറ ഉണ്ടാവരുത്, ചെറുനാഴി ഉണ്ടാവരുത്, അങ്ങനെ എല്ലാവരും മനുഷ്യർ എന്ന നിലയിൽ ഒന്നായി മാറുന്ന ഒരു സങ്കല്പ ലോകം. ആ സങ്കല്പം തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ കഴിയുമ്പോഴാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ശരിയായ ഒരു ആശയമാണ് നമ്മെ പ്രവർത്തനങ്ങൾക്കായി പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളിയെ ആഘോഷിക്കാൻ മാത്രമല്ല, ആഘോഷങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കാൻ വേണ്ടി കൂടി പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഓണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഒരു ആശയപ്പൊരുത്തുള്ള ആളുകളാണ്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള അനുഭാവികൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതിനപ്പുറത്ത് ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ആശയപ്പൊരുത്തമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും.
ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമായി നമ്മൾ കരുതുന്നതാണ് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ. വളരെ നിഷ്പക്ഷമായിട്ട് ഇലക്ഷൻ നടത്തണം. റഫറി തന്നെ ഇറങ്ങി ഗോളടിക്കരുത്. റഫറി ആയിട്ട് നിൽക്കണം. നിഷ്പക്ഷമാകണം, നീതിപൂർവകമാകണം, സുതാര്യമാവണം തെരഞ്ഞെടുപ്പുകൾ. പക്ഷേ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത അതിൻ്റെ 60 വർഷത്തിനകത്ത് അല്ലെങ്കിൽ 70 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായി ജനാധിപത്യവാദികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നത്. ഇത് തന്നെയാണ് പലപ്പോഴും പല മറ്റ് മേഖലകളിൽ നിന്ന് നമുക്ക് കേരളത്തിലും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹൈന്ദവ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, അവയുടെ പരിപാലനം എന്ന് പറയുന്നത് വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡുകൾ. പക്ഷെ അവിടെയും വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഉയർന്നു വരികയാണ്. അമ്പലം വിഴുങ്ങികൾ എന്ന് പറയുന്നൊരു പ്രയോഗം ഇന്ന് നമുക്ക് ചിലരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കളിച്ച് അയ്യപ്പൻ്റെ സ്വർണത്തിൽ പോലും കൈവയ്ക്കാം എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ധാർഷ്ട്യവും ധിക്കാരവും ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു തോന്നലും ഒക്കെ ഭരണാധികാരികൾക്ക് ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പോറ്റിയല്ല, ഇത്തരം പോറ്റിമാരെ പോറ്റി വളർത്തുന്ന സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യപ്പെടേണ്ടത്. ഓരോ മേഖലകളിൽ ഇപ്പോൾ ഓരോ പോറ്റിമാർ അവതരിക്കുകയാണല്ലോ. അപ്പം മെസ്സിയുടെ പേരിൽ പോലും തട്ടിപ്പ് നടത്താമെന്ന് കേരളത്തിൽ ചിലർ ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു പ്രിവിലേജ്, അവർക്ക് കിട്ടുന്ന പലതരത്തിലുള്ള സംരക്ഷണങ്ങൾ, അത് യഥാർത്ഥത്തിൽ നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് ഓരോന്നും നമ്മുടെ പൊതു ഭരണ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ് ബാധിക്കുന്നത്. ക്രെഡിബിലിറ്റി ലോസ് ആണ് ഏറ്റവും കൂടുതൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അപ്പോൾ അതിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്നൊരു വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്തം അത് നമുക്കെല്ലാവർക്കും ചേർന്ന് ഏറ്റെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വലിയ പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്. നാട്ടിൽ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ഒന്നിൻ്റെ കേളുകൊട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മളിത് യഥാർത്ഥത്തിൽ കഴിഞ്ഞൊരു വർഷമായി ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു ലക്ഷ്യമായിട്ട് അതിൻ്റെ പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷേ നമ്മുടെ പ്രവർത്തന പദ്ധതിക്ക് പേരിട്ടത് മിഷൻ 25 എന്നാണ്. 2026 അല്ല, അതിനു മുമ്പുള്ള ഈ 2025 തെരഞ്ഞെടുപ്പുകളാണ് അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്നത്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ തെരഞ്ഞെടുപ്പ്, ഗ്രാമങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, ഏറ്റവും ഗ്രാസ് റൂട്ട്സിൽ നമ്മൾ എത്രത്തോളം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കാനുള്ള അവസരമാണ്. ആ അടിത്തട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മൾ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളെയും ശക്തിപ്പെടുത്താനുള്ള വലിയ പ്രവർത്തനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒരു കാലത്ത് നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ വേദിയെ ഉപയോഗപ്പെടുത്തുന്നത്. കാരണം നിങ്ങളൊക്കെ ഒരുപക്ഷെ നാട്ടിലുള്ളതിനേക്കാൾ നാട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ്, താല്പര്യമെടുക്കുന്ന ആളുകളാണ്. അവിടുത്തെ ദൈനംദിന രാഷ്ട്രീയ ചർച്ചകളും സാമൂഹ്യ പ്രശ്നങ്ങളുമൊക്കെ വളരെ ക്ലോസായി മോണിറ്റർ ചെയ്യുകയും അതിനെക്കുറിച്ച് സ്വന്തമായിട്ട് ഒപ്പീനിയൻസ് ഉണ്ടാക്കിയെടുക്കുകയും അത് പറയാൻ മടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദൈർഘ്യം ഇന്ന് തീർത്തും അപ്രസക്തമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിലെത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരാം. അപ്പോൾ നാടുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവാസി സമൂഹമാണ് മിഡിൽ ഈസ്റ്റിലുള്ളവർ, പ്രത്യേകിച്ച് UAE-യിലുള്ളവർ എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാ നിലയ്ക്കുമുള്ള ഇടപെടലും ശ്രദ്ധയും താല്പര്യവും പിന്തുണയും ഒക്കെ ഞങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ഉണ്ടാവണം എന്ന് മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. ഞാനിവിടെ ഇതിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ റജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയുടെ ഫ്ലയർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ ഏതോ ഒരാൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഇട്ടതായി കണ്ടു. ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായില്ല, ഇപ്പോഴാണോ ഓണമെന്ന്. അപ്പോൾ ഞാൻ അതിനൊരു മറുപടി ആയിട്ട് കൊടുത്തത്, എന്നും എല്ലാവർക്കും ഓണം ആവണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം.
ഓണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു ദിവസം മാത്രം വന്നാൽ പോരാ, 365 ദിവസം എല്ലാവരും ഓണാവട്ടെ, എല്ലാവരും ഒരുപോലെ ആവട്ടെ, സന്തോഷത്തോടു കൂടി ആമോദത്തോടെ ആർത്തുല്ലസിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറട്ടെ. ഷുക്കൂർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പോയത്. നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാവുകയാണ്, വലിയ വേർതിരിവുകൾ ഉണ്ടാവുകയാണ്. കിട്ടുന്ന ഓരോ അവസരത്തെയും ഈ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള സുവർണ അവസരങ്ങളായി ചിലർ കാണുന്നുണ്ട്. അത് തലയിലൊരു തട്ടത്തിൻ്റെ പേരിലായാലും ശരി, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഓരോന്നിനെയും കേരളം ഇന്ന് വളരെ പാർട്ടിസാനായിട്ടാണ് നോക്കിക്കാണുന്നത്. വളരെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻസാണ്. മറ്റുള്ളവരുടെ ഭാഗത്ത് ഒരു ശരിയുമില്ല, നമ്മൾ പറഞ്ഞതാണ് പൂർണ്ണമായി ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന തരത്തിലൊരു കടുംപിടുത്തത്തിലേക്ക്, ശാഠ്യത്തിലേക്ക് സമൂഹം പോകുമ്പോൾ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ നാടിന് ഗുണമല്ല ചെയ്യുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് നാട്ടിലുള്ള ആളുകളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന ആളുകളാണ് നിങ്ങൾ. കാരണം ഒരു എന്താ പറയുക, ഒരു മൾട്ടി കൾച്ചറൽ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, ലോകം കണ്ട ആളുകളാണ് നിങ്ങൾ. ഒരുപാട് സമൂഹങ്ങളുമായിട്ട്, ഒരുപാട് ജനതകളുമായിട്ടും ദൈനംദിനം ഇടപെടുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൾട്ടി കൾച്ചറലിസത്തിൻ്റെ, ബഹുസ്വരതയുടെ, എല്ലാത്തരം വ്യത്യസ്തതകളെയും ചേർത്ത് പിടിക്കലിൻ്റെ പ്രാധാന്യത്തെ ഒരുപക്ഷെ നാടിനെ ഓർമ്മപ്പെടുത്താൻ അവിടെയുള്ള ആളുകളെക്കാൾ കഴിയുന്ന ആളുകൾ ഇവിടെയുള്ള നിങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കണം. നമ്മുടെ നാടിനെ പിടിച്ചു നിർത്തണം. നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഈ 2025-ലും 2026-ലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയുണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ആ നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ഇതിൻ്റെ തുടക്കം തൊട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടു. നാട് എപ്പോഴൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ, പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ, ആളുകൾ സഹായത്തിന് വേണ്ടി ചുറ്റുപാടും ഉറ്റുനോക്കിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഓടിയെത്താൻ നിങ്ങളുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ കഠിനമേറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വരുക്കൂട്ടി വയ്ക്കുന്ന നാണയത്തുട്ടുകൾ അവരുടെ സഹായമായി മാറ്റാൻ നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടുണ്ട്. അതാണ് വീൽ ചെയറായിട്ടും മറ്റ് സഹായങ്ങളായിട്ടുമൊക്കെ അവിടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഒരു ആശ്വാസമായി മാറിയത്. അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഈ വിശാലമായിട്ടുള്ള കൂട്ടായ്മയിൽ, ഈ കുടുംബത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. എല്ലാ ആലപ്പുഴക്കാർക്കും സ്നേഹം, നന്ദി, താങ്ക് യു.